പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോണത് ദം ബിരിയാണിയാണ്. അതിനുവേണ്ടി ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം കുതിർക്കാനിട്ടു. അപ്പുറത്തെ പാനിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് കറുവപ്പട്ട, കുരുമുളക്, ഏലക്കായ ഇട്ടു. അരി ചോറാകുമ്പോൾ ഊറ്റി വെച്ചു. ഒരു പാനിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തു. സോയാബീൻ വറുക്കാൻ പോവുകയാണ്. അതിന് വേണ്ട മസാലകൾ തയ്യാറാക്കി. മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, അതുപോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വറുക്കെടുക്കുകയാണ്. സോയാബീൻ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് ഊറ്റി വെച്ചിട്ടുള്ള സോയാബീനാണ്. അപ്പോഴാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. വറുക്കണ നേരത്ത് ഉപ്പ് ചേർക്കണ്ട, അത് ചൂടാക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. എന്നിട്ടത് വറുത്ത് കോരി വയ്ക്കുകയാണ്. അടുത്തത് ഉരുളൻകിഴങ്ങാണ് ഫ്രൈ ചെയ്യുന്നത്. അതിലേക്ക് മസാലകൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം ചേർത്തു. അത് വറുക്കുകയാണ്. അടുത്തത് ഓയിലിൽ തന്നെ സവോള, വറുക്കാനുള്ള സവോള അരിഞ്ഞത് മാറ്റി അതിലിട്ടു. അത് നന്നായി നിറം മാറുമ്പോൾ കോരി മാറ്റിയെടുക്കാം. അത് കോരി മാറ്റിയതിന് ശേഷം അണ്ടിപ്പരിപ്പ് ഇടാം. കിസ്മസ് ഇഷ്ടമുള്ളവർക്ക് അതും ഇടാം. അതിനുശേഷം ഇതിലേക്ക് തന്നെ മസാലകൾ തയ്യാറാക്കാൻ പോവാണ്. സവാള ഇട്ടു. അതായി വരുമ്പോൾ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചതിൽ ചേർത്തു. പിന്നെ മസാലകൾ ചേർക്കുകയാണ്. ഗരം മസാല, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി എല്ലാം ചേർത്ത് തക്കാളി ഇട്ട് മൂടി വെച്ചതാണ്. സോയാബീനും ഇതെല്ലാം അതിൽ തന്നെ ചേർന്ന് ഒന്നുകൂടി കുക്കായി വരുമ്പോൾ നമുക്ക് മസാലയ്ക്കുള്ള ഇതും ശരിയായിട്ടുണ്ട്. പകുതി ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. പകുതിയാണ് ബിരിയാണി മസാലയിൽ ചേർക്കണത്. കുക്കറിൽ തന്നെയാണ് ദം ബിരിയാണി ആക്കുന്നത്. അതുകൊണ്ട് ഒരു കുക്കറിലേക്ക് ഇതിൻ്റെ മസാലകൾ ആദ്യം ഒരു 1 by സ്റ്റെപ്പായിട്ട് ഇടണം. എന്നിട്ട് വിസിൽ ഊരിയിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കാൻ വെച്ചേക്കാണ്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ മല്ലിത്തലയും നേരത്തെ കോരി വെച്ച സവോളയും ചേർക്കാം.